സംഘപരിവാർ അനുകൂല പ്രദർശനത്തിനെതിരെ കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥി പ്രതിഷേധം. SNS എന്ന ക്ലബ്ബിലെ വിദ്യാർത്ഥികൾ കാവി നിറത്തിൽ ഭൂപടം വരച്ച് മുദ്രാവാക്യം വിളിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. സാറ് പറഞ്ഞത് കേൾക്കും. നിങ്ങൾ ഡിസ്റെസ്പെക്ട് ഉണ്ടായിട്ടല്ല, അതിനോട് അവര് പോയി സെലിബ്രേറ്റ് ചെയ്തോണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? അഹമ്മദ് അസ്ലം നൽകും വിവരങ്ങൾ. അസ്ലം, എന്താണ് സംഭവം? വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? കോഴിക്കോട് NIT ക്യാമ്പസിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ SNS എന്ന് പറയുന്ന ഒരു ക്ലബിലെ വിദ്യാർത്ഥികൾ കാവി നിറത്തിൽ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുകയും അതിൽ ശ്രീരാമിൻ്റെ അമ്പും വില്ലും എന്ന രീതിയിൽ പ്രതീകാത്മക രീതിയിൽ വരയ്ക്കുകയും അവിടെ ഈ ഒരു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങോടനുബന്ധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയാണ് ആദ്യം ഇന്ത്യ ഈസ് നോട്ട് രാമരാജ്യം എന്നൊരു പോസ്റ്റർ എഴുതി വെച്ചുകൊണ്ട് അതിനടുത്ത് നിന്ന് പ്രതിഷേധിച്ചു. ഒറ്റയ്ക്കാണ് ഒരാൾ പ്രതിഷേധിച്ചത്. അതേസമയം ഈ പ്രതിഷേധിച്ച ആളെ SNS എന്ന് പറയുന്ന ഈ ക്ലബിലെ വിദ്യാർത്ഥികൾ വന്ന് അവരോട് തർക്കിക്കുകയും അയാളെ മർദ്ദിക്കുകയും ചെയ്തു. അയാളെ കൂടെ ഉണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയും ചെയ്തു. തുടർന്നാണ് കൂടുതൽ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മലയാള വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് വരികയും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം മലയാള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മറ്റുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെയും എത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ശരിയല്ല. മാത്രമല്ല ഇന്ത്യയുടെ മതേതര സംസ്കാരത്തിനെതിരാണ് ഇത്തരം പരിപാടികൾ. അത് മാത്രമല്ല ഇവിടുത്തെ ഒരു ബഹുസ്വരമായ ഒരു ക്യാമ്പസിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ഒരു വശത്ത് ശ്രീരാം വിളികളുമായി ജയ് ശ്രീറാം വിളികളുമായി മറ്റു വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് കോളേജ് അധികൃതർ പോലീസിനെ വിളിച്ചു വരുത്തി. അതിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് രണ്ട് വശത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കി ഭൂപടമൊക്കെ വരച്ച് മുദ്രാവാക്യം വിളിച്ചവരെ പിരിച്ചുവിടാനോ ഒന്നും കോളേജ് അധികൃതരോ പോലീസോ തയ്യാറായില്ല. ആ പരിപാടിക്ക് അങ്ങനെ ഒരു ഭൂപടം വരയ്ക്കാൻ നേരത്തെ അനുമതി നൽകിയതാണ് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമായി നിന്നു എന്നൊരു പരാതി കൂടി മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഏറെ നേരത്തെ സമരത്തിന് ശേഷം പോലീസ് ലാത്തി ചാർജും മറ്റുമൊക്കെ അത്തരമൊരു നടപടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയത്. എന്തായാലും കോളേജ് അധികൃതർ സംഘപരിവാർ അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ള പരാതി അവിടുത്തെ മലയാളി വിദ്യാർത്ഥികളടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് പ്രതിഷേധം പൂർണ്ണമായി തന്നെ അവസാനിച്ചിട്ടുണ്ട്. ശരി അസ്ലം.